നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒരു ഇംഗ്ലീഷ് മീഡിയം കൾച്ചർ നിലനിൽക്കുന്നുണ്ട്. അതില്ലെന്ന് പറയുവാൻ സാധിക്കില്ല. അതായത് പ്രത്യേകം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ, അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകം സൗകര്യങ്ങൾ, ഇനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ മാതൃഭാഷ സംസാരിച്ചാൽ പണിഷ്മെന്റ്, തലമൊട്ടയടിക്കൽ, ഇതൊക്കെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് അറിയുകയും ചെയ്യാം. ഇങ്ങനെ ഭാഷാപരമായ ഒരു വിവേചനം സമൂഹത്തിൽ കൊണ്ടുവന്നതിന്റെ ഉത്തരവാദി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവാണ്. അതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആണ്. അത് നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു ലാംഗ്വേജുമാണ്. അങ്ങനെ നമ്മൾ കരുതുന്നുവെങ്കിൽ 1ാം ക്ലാസ് മുതൽ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് പഠിക്കുവാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണമായിരുന്നു. നമ്മൾ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് അത് ഉണ്ടാക്കി കൊടുത്തേനെ. നമ്മൾ അത് ചെയ്യാതെ നമ്മൾ ചെയ്തത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ തുടങ്ങി. അവിടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്തോ വിശേഷാധികാരമുള്ള ഒരു പ്രതീതി സമൂഹത്തിൽ സൃഷ്ടിച്ചെടുത്തു. ഇംഗ്ലീഷ് മീഡിയം കൾച്ചർ മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് ഭാഷാപരമായ മറ്റു പല പ്രശ്നങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽക്കേ നിലനിൽക്കുന്നതാണ്. ഇതിന്റെയൊക്കെ അടിസ്ഥാന കാരണം നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റുവിന് ഗ്രൗണ്ട് റിയാലിറ്റിയെ കുറിച്ച് വ്യക്തമായ ബോധ്യമില്ലായിരുന്നത് കൊണ്ടാണ്. നെഹ്റുവിന് ഏറ്റവും എളുപ്പവും മനോഹരവുമായി കൈകാര്യം ചെയ്യുവാൻ സാധിച്ചിരുന്ന ഒരു ഭാഷ ഇംഗ്ലീഷ് ആയിരുന്നു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇംഗ്ലീഷിൽ എഴുതുകയും സംസാരിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ ഈ ഇംഗ്ലീഷ് ആഭിമുഖ്യം പിൽക്കാലത്തെ പല നയരൂപീകരണങ്ങളിലും അദ്ദേഹത്തിനെ സ്വാധീനിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സ്വന്തം ഭാഷയിലും സംസ്കാരത്തിലുമൊക്കെ നെഹ്റു ശ്രദ്ധിച്ചിരുന്നോ എന്ന് പലപ്പോഴും നമുക്ക് സംശയം തോന്നും. ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിക്കുന്നതിൽ നെഹ്റു കാണിച്ച തണുപ്പൻ സമീപനം തന്നെ അതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമായിരുന്നു. സംസ്കൃതമോ ബംഗാളിയോ തമിഴോ പോലൊരു പ്രാചീന ഭാഷയൊന്നുമല്ല ഹിന്ദി. എന്നിരുന്നാലും ഭൂരിപക്ഷം ഭാരതീയരും സംസാരിച്ചിരുന്ന വളരെ സിമ്പിളായ, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു ഭാഷയാണ് ഹിന്ദി. അതുകൊണ്ടാണ് എല്ലാ ഭാരതീയർക്കുമിടയിലെ ആശയവിനിമയത്തിന് ഹിന്ദിയെ നമ്മുടെ ദേശീയ നേതാക്കൾ തിരഞ്ഞെടുക്കുവാനും കാരണം. ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിക്കണമെന്ന് ആദ്യം ആവശ്യപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ് 1890-കളിൽ. പിന്നീട് ഹിന്ദിയുടെ ഏറ്റവും വലിയ പ്രോക്താക്കളായി നാം കാണുന്നത് തിലകനെയും സവർക്കറെയുമാണ്. ഹിന്ദിയുടെ ഏറ്റവും വലിയ വക്താവ് മഹാത്മാഗാന്ധി തന്നെയായിരുന്നു. 1921 ഡിസംബറിലെ അഹമ്മദാബാദ് കോൺഗ്രസിലാണ് ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിക്കണം എന്ന ആവശ്യം മഹാത്മജി ആദ്യമായിട്ട് ഉന്നയിക്കുന്നത്. 1938 ജൂലൈ മാസം 9 പുറത്തു വന്ന ഹരിജനിൽ മഹാത്മാഗാന്ധി എഴുതിയത്, ഭാരതത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിലായത് നമ്മളെ ധാർമ്മികവും ബൗദ്ധികവുമായി തകർത്ത് കളഞ്ഞു എന്നാണ്. കാരണം ഒരു വിഷയം ഇംഗ്ലീഷിൽ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ പഠനത്തിന്റെ പകുതിയിലധികം സമയം ഇംഗ്ലീഷ് മനസ്സിലാക്കുവാനാണ് ചെലവഴിക്കപ്പെടുന്നത്. ഈ ഒരു പ്രശ്നം മാതൃഭാഷയിൽ വിഷയം പഠിക്കുന്ന ഒരു കുട്ടി നേരിടുന്നില്ല. മഹാത്മാഗാന്ധി അതേ ലേഖനത്തിൽ ഏതാണ്ട് ഒരു ആക്ഷേപ രൂപത്തിൽ പറയുന്നത്, ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ സംസ്കൃതവും പേർഷ്യനും ഒക്കെ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടി വരുമെന്നാണ്. കൂടാതെ 1926-ലും 1934-ലും ഈ 2 വർഷങ്ങളിലും മഹാത്മാഗാന്ധി ഭാരതമൊട്ടുക്ക് സഞ്ചരിച്ചിട്ടുണ്ട്. ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴൊക്കെ അദ്ദേഹം എല്ലായിടത്തും ഇംഗ്ലീഷ് ഉപേക്ഷിച്ച് ഹിന്ദി നമ്മുടെ ഇന്റർ പ്രൊവിൻഷ്യൽ ലാംഗ്വേജായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞിട്ടുമുണ്ട്. അന്നത്തെ മദ്രാസ് സിറ്റിയിൽ മാത്രം അദ്ദേഹം ഏതാണ്ട് 2 ഡസൻ പൊതുയോഗങ്ങളിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ബിർള ഹൗസിൽ മഹാത്മാഗാന്ധിയുടെ ഒരു മീറ്റിംഗിൽ നടന്ന സംഭവം പറയാം. ആ മീറ്റിംഗിൽ മഹാത്മാഗാന്ധി സംസാരിച്ചത് ഹിന്ദുസ്ഥാനിയിലായിരുന്നു. കേൾവിക്കാരിൽ കുറച്ചുപേർ മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, ഹിന്ദുസ്ഥാനി ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അങ്ങ് ഇംഗ്ലീഷിൽ സംസാരിക്കുമോ? ഇതിന് മഹാത്മാഗാന്ധി പറഞ്ഞ മറുപടി ഇതാണ്. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, നമ്മൾ ഇപ്പോൾ സ്വതന്ത്രരാണ്, ഇനി ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല. ജനങ്ങളെ സേവിക്കുവാനാണെങ്കിൽ രാഷ്ട്രഭാഷ പഠിച്ചു തുടങ്ങൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മഹാത്മാഗാന്ധി അടക്കമുള്ള നമ്മളുടെ എല്ലാ ദേശീയ നേതാക്കളുടെയും ഫോക്കസ് ഭാരതീയമായ ഭാഷകളുടെ റിവൈവൽ അല്ലെങ്കിൽ പുനരുജ്ജീവനമായിരുന്നു. മാത്രമല്ല, പല മാതൃഭാഷകൾ സംസാരിച്ചിരുന്ന ജനങ്ങൾക്കിടയിലെ ആശയവിനിമയത്തിന് ഹിന്ദിയെ രാഷ്ട്രഭാഷയായി ഉയർത്തിക്കൊണ്ടുവരിക എന്നതുമായിരുന്നു അവരുടെ ലക്ഷ്യം. ഹിന്ദിയെ രാഷ്ട്രഭാഷയാക്കണം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മളുടെ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി തന്നെ ദീർഘമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇംഗ്ലീഷ് ആയിരുന്നു ഒഫീഷ്യൽ പർപ്പസസിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭാഷ. അതായത് ഗവൺമെന്റ് ഓഫീസുകളിലെ കത്തുകുത്തുകളെല്ലാം അന്ന് ഇംഗ്ലീഷിലായിരുന്നു.
ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തീരുമാനം 1950 ജനുവരി 26 മുതൽ, അതായത് നമ്മൾ റിപ്പബ്ലിക് ആയ ദിവസം മുതൽ ആദ്യത്തെ 15 കൊല്ലം, അതായത് 1965 ജനുവരി 25 വരെ ഇംഗ്ലീഷ് നമ്മളുടെ ഔദ്യോഗിക ഭാഷയായി തുടരുകയും അതിനുശേഷം ഹിന്ദിയിലേക്ക് മാറുക എന്നതുമായിരുന്നു. അതായത് ഈ 15 കൊല്ലം ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്ക് മാറുവാനുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിട്ടാണ് ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത്. എന്നാൽ നെഹ്റു ഒരു വെസ്റ്റേൺ ഓറിയന്റഡ് ജെന്റിൽമാൻ ആയിരുന്നു, പാശ്ചാത്യ ചിന്താഗതിക്കാരനായ വ്യക്തി. അതുകൊണ്ട് അദ്ദേഹം ഈ 15 കൊല്ലവും ഹിന്ദിയിലേക്ക് ട്രാൻസിഷന് വേണ്ടി ആത്മാർത്ഥമായിട്ട് യാതൊന്നും ചെയ്തില്ല. മാത്രവുമല്ല, അതിനുവേണ്ട യാതൊരു പൊളിറ്റിക്കൽ വില്ലും നെഹ്റു കാണിച്ചുമില്ല. ആദ്യത്തെ 15 കൊല്ലം ഒന്നും ചെയ്യാതിരുന്ന നെഹ്റു ഗവൺമെന്റ് 1963 ഒരു ലാംഗ്വേജ് ആക്ട് പാസ്സാക്കിയെടുത്തു. ഈ ആക്ട് പ്രകാരം 1965 ജനുവരി 25 ശേഷം ഹിന്ദിയും ഇംഗ്ലീഷും രണ്ട് ഭാഷയും ഔദ്യോഗിക ഭാഷയായിട്ട് ഉപയോഗിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ 1964 നെഹ്റു മരണപ്പെട്ടു. അതിനുശേഷം പ്രധാനമന്ത്രിയായി വന്ന ശാസ്ത്രിജി, ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹം ഹിന്ദിയെ ഔദ്യോഗിക ഭാഷ ആക്കുക എന്ന ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ആദ്യത്തെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ഇംഗ്ലീഷിനെ മാറ്റി ഹിന്ദിയെ മാത്രം ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കുവാൻ അദ്ദേഹം തീരുമാനമെടുത്തു. ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കുവാനുള്ള ശാസ്ത്രിജിയുടെ തീരുമാനം വന്നതോടെ ഹിന്ദിക്കെതിരെ സൗത്ത് ഇന്ത്യയിൽ വലിയ ബഹളം തുടങ്ങി. ശാസ്ത്രിജിക്ക് തന്റെ ഉത്തരവ് പിൻവലിക്കേണ്ടി വന്നു. പ്രശ്നം ഹിന്ദി വേഴ്സസ് ഇംഗ്ലീഷ് അല്ല, 15 കൊല്ലം സമയം കിട്ടിയിട്ട് നെഹ്റു എന്ത് ചെയ്യുകയായിരുന്നു എന്നതാണ്. എല്ലാവരുമായി ചർച്ച നടത്തി ഒരു സമവായത്തിൽ എത്തുവാനുള്ള ധാരാളം സമയം നെഹ്റുവിനുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഒന്നും ചെയ്തില്ല. ഇംഗ്ലീഷിൽ നിന്നും ഹിന്ദിയിലേക്ക് ഘട്ടം ഘട്ടമായിട്ട് മാറുവാൻ ഒരു പ്ലാൻ ഉണ്ടാക്കി പ്രവർത്തിക്കാമായിരുന്നു. നെഹ്റു അത് ചെയ്തില്ല. ഹിന്ദി പലർക്കും സ്വീകാര്യമായിരുന്നില്ല എന്ന് നമ്മൾ അറിയുന്നത് തന്നെ 15 കൊല്ലം കഴിഞ്ഞാണ്. ഈ ചർച്ചകളൊക്കെ നേരത്തെ തുടങ്ങിയിരുന്നെങ്കിൽ ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആകുമായിരുന്നില്ല. ഒരഭിപ്രായ സമന്വയത്തിലെത്തുവാൻ നമുക്ക് ധാരാളം സമയമുണ്ടായിരുന്നു, അത് സാധിക്കുമായിരുന്നു. അതിനുള്ള ദീർഘവീക്ഷണം നെഹ്റു കാട്ടിയില്ല. നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും പഠന മാധ്യമം അതത് മാതൃഭാഷയിലാക്കണമായിരുന്നു. എന്നിട്ട് ഹിന്ദിയും ഇംഗ്ലീഷും കമ്പൽസറി ആയിട്ട് 1ാം ക്ലാസ് മുതൽ പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾക്ക് ഇന്നുള്ള ഭാഷാ പ്രശ്നങ്ങൾ ഒന്നും നമുക്കുണ്ടാകുമായിരുന്നില്ല. കാരണം സബ്ജക്ട് എന്തുമായിക്കൊള്ളട്ടെ, അത് ശാസ്ത്രമായിക്കൊള്ളട്ടെ, സാമൂഹിക പാഠമായിക്കൊള്ളട്ടെ, സ്വന്തം മാതൃഭാഷയിൽ പഠിക്കുന്നത് കൊണ്ട് സബ്ജക്ട് മനസ്സിലാക്കുന്നതിൽ ഭാഷ ഒരു പ്രശ്നമാകുന്നില്ല. മാത്രവുമല്ല, തുടക്കം മുതലേ ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ലോകത്തിനോട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഹിന്ദി നിർബന്ധമാക്കുന്നത് കൊണ്ട് ഭാരതത്തിനകത്തുള്ള ആശയവിനിമയത്തിന് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇസ്രായേൽ. 1948 ഇസ്രായേൽ രൂപീകൃതമായപ്പോൾ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും ജൂതന്മാർ ഇസ്രായേലിലെത്തി. അവർ പല ഭാഷ സംസാരിക്കുന്നവരായിരുന്നു. ഇസ്രായേൽ ചെയ്തത് അവരുടെ പുരാതന ഭാഷയായ ഹീബ്രുവിനെ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്നു. എല്ലാ ജൂതനെയും ഹീബ്രു പഠിപ്പിച്ചു, കൂടാതെ ഇംഗ്ലീഷും പഠിപ്പിച്ചു. ടുഡേ ഹീബ്രു ഈസ് ദെയർ ഐഡന്റിറ്റി. ദേ യുണൈറ്റഡ് ഇസ്രായേൽ ത്രൂ ഹീബ്രു. എന്നാൽ നെഹ്റുവിന്റെ സമീപനം നേരെ തലതിരിഞ്ഞായിരുന്നു. നമ്മളുടെ സ്വന്തം ഭാഷകളെ മാറ്റി ഇംഗ്ലീഷിനെ പ്രതിഷ്ഠിക്കുന്ന സമീപനമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇംഗ്ലീഷിനെ മാറ്റി ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കണം എന്നൊരു റെക്കമെൻഡേഷൻ, ഒരു നിർദ്ദേശം അന്നത്തെ ഹോം മിനിസ്റ്റർ ആയിരുന്ന GB പന്ത് 1957 നെഹ്റുവിന് സമർപ്പിച്ചു. ഈ റിപ്പോർട്ട് കണ്ട നെഹ്റു GB പന്തിന്റെ നേരെ വളരെ പരുഷമായിട്ട് പെരുമാറി എന്നാണ് കുൽദീപ് ദയാർ എഴുതിയിരിക്കുന്നത്. അന്ന് വൈകിട്ട് GB പന്തിന് ഹാർട്ട് അറ്റാക്ക് വന്നു. പന്ത് വാസ് സോ ഡിജക്റ്റഡ് ബൈ നെഹ്റു. അടുത്ത ആഴ്ച മറ്റൊരു നെഹ്റുവിയൻ റണ്ണറുമായി കാണുന്നതിനും വരെ താങ്ക് യു സോ മച്ച്. വന്ദേ മാതരം.